ഹേ ഗായ്സ് വെൽക്കം ടു സിനിനിക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമയാണ് ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റി അല്ല, ടൊവിനോ തോമസ് അഭിനയിച്ച മലയാളം സിനിമ ഐഡൻറ്റിറ്റിയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ദ മൂവി ഈസ് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. അവരുടെ പ്രീവിയസ് വർക്ക്സ് ആണ് ഫോറൻസിക്, അതിലും ടൊവിനോ തന്നെയാണ് നായകൻ. അതുപോലെ തന്നെ അഖിൽ പോൾ ആണ് സെവൻത് ഡേ എഴുതിയത്. അവരുടെ സിനിമ കാണുന്നവർക്കറിയാം, ദേ ആർ ഇൻ ടു ത്രില്ലർ ജോണേഴ്സ് ആണ്. ഐഡൻറ്റിറ്റിയും ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നമ്മൾ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ടൊവിനോ തോമസ് ആസ് ഹാരൻ ശങ്കർ, തൃഷ ആസ് അലീഷ, വിനയ് റായ് ആസ് അലൻ പോൾ ആൻഡ് ഷമി തിലകൻ ആസ് സുദർശൻ. പിന്നെയുള്ളത് അജു വർഗീസ് ഉണ്ട്, വന്ദീര ഭേഡിയുണ്ട്. അവരൊരു ഹിന്ദി ആക്ട്രസ് ആണ്. അവർക്ക് സ്ക്രീൻ ടൈമൊക്കെ വളരെ കുറവാണ്. ഐഡൻറ്റിറ്റിയുടെ കഥയെന്ന് വെച്ചാൽ, തൃഷ ഒരു ജേർണലിസ്റ്റാണ്. അവരൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ എവിഡൻസിനായി ക്രൈം നടക്കുന്നു എന്ന് പറയുന്ന ഒരു അബാൻഡൻ ഫാക്ടറിയിൽ പോയപ്പോൾ ഒരു മർഡർ വിറ്റ്നസ് ചെയ്യുകയും അലൻ ജേക്കബ് എന്ന് പറയുന്ന ഒരു വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഓഫീസറിൻ്റെ പ്രൊട്ടക്ഷനിൽ അവർ കേസിനെ സംബന്ധിച്ച് കൊച്ചിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയും അവിടെ വെച്ച് ഹരൻ, നമ്മൾ ടൊവിനോ തോമസിനെ കണ്ടുമുട്ടുകയും പുള്ളി ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് എന്ന് മനസ്സിലാക്കി പുള്ളിയുടെ ഒരു ഹെൽപ്പോടെ കില്ലറിനെ കണ്ടുപിടിക്കുകയും ആണ് ഈ സിനിമയുടെ ഒരു കഥയുടെ രക്തചുരുക്കം എന്ന് പറയുന്നത്. ടൊവിനോ തോമസ് ആസ് ഹാരൻ ശങ്കർ. പുള്ളിക്കാരന് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ദാറ്റ് ഈസ് OCPD എന്ന് പറയുന്ന ബാധിച്ച ഒരു വ്യക്തിയാണ്. പുള്ളി എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു പെർഫെക്ഷനിസ്റ്റാണ്. എന്ത് ചെയ്താലും പുള്ളിക്ക് അത് പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പുള്ളിക്കാരൻ കഥയുടെ തുടക്കം ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയതായിട്ടുള്ള ട്രേറ്റ്സ് ഇതെല്ലാം പിടിച്ച് കറക്റ്റ് പോകുന്നുണ്ടായിരുന്നു. ബട്ട് ടുവേർഡ്സ് ദി എൻഡ് അത് നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു സ്റ്റിപ്പായിട്ടുള്ള അഭിനയം ഉണ്ടല്ലോ, അത് ചില ഡയലോഗൊക്കെ പറയുമ്പോൾ ഓവറായിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിഫായി പോയതുപോലെ എനിക്ക് തോന്നി. ഡയലോഗൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ ഓവറായിട്ട് ബലം പിടിച്ചതുപോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ പറയേണ്ടത് തൃഷ. പുള്ളിക്കാരത്തിനോട് മനോഹരമായിട്ട് ചെയ്തു. പക്ഷേ ആ പുള്ളിക്കാരത്തിക്ക് ഒരു പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് വളരെ കുറവായിരുന്നു. കാരണം നമ്മൾ പുള്ളിക്കാരത്തി പ്രീവിയസ് ഫിലിംസിൽ കാണാത്തൊരു അഭിനയമാണോ ഇത് ഈ കാഴ്ചവെച്ചതെന്ന് ചോദിച്ചാൽ അല്ല. അത് തന്നെയാണ്, ആ ഒരു ക്യാരക്ടറിന് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ലിപ്പ് സിങ്ക് ആവാതെ ലിപ്പ് സിങ്ക് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. പിന്നെ വിനയ് റായ്. തമിഴ് ഫിലിം ഡോക്ടർ കണ്ടവർക്കറിയാം പുള്ളിയുടെ ഒരു വില്ലനിസം ഒക്കെ. അതേ ഒരു ടിപ്പിക്കൽ വില്ലനിസം തന്നെയാണ് ഐഡൻറ്റിറ്റിയിലും പുള്ളിക്കാരൻ കാഴ്ചവെച്ചത്. പിന്നെ പറയേണ്ടതാണ് ഷമ്മി തിലകൻ ആസ് സുദർശൻ. പുള്ളിക്കാരൻ വെടിപ്പായിട്ട് ക്യാരക്ടറിന് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 10 മിനിറ്റ്സ് ഒരു ന്യൂറോ സയൻസിനെ പറ്റിയൊക്കെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ഫേഷ്യൽ ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയുന്നതൊക്കെ പുള്ളിക്കാരൻ ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുകയും പുള്ളിക്കാരൻ തന്നെ റോള് പുള്ളിക്കാരൻ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജെക്സ് ബിജോയുടെ മ്യൂസിക്. ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദി എൻഡ് എന്ന് പറയുന്നതിൻ്റെ മ്യൂസിക് തന്നെയാണ്. ഇതിലൊരു കാർ ചേസ് ഉണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു. ഇതിൽ ഫൈനലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ. അത് ഗംഭീരമായിട്ട് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അത് ടോവിനോയുടെ കൂടെയുള്ളവർ അത് മനോഹരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരെടുത്ത ഒരു എഫേർട്ട് നമുക്ക് സ്ക്രീനിൽ എന്ത് ചെയ്യാം, കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ചെമ്മൻ ചാക്കോയുടെ കട്ട്സാണ് പറയാനുള്ളത്. ഇതിൽ ട്വിസ്റ്റ് റിവീൽ ചെയ്യാനായിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് പോകാറുണ്ട്. ആ ഒരു കട്ട്സ് അത് വളരെ ഗംഭീരമായിരുന്നു. പോർഷൻസൊക്കെ എനിക്ക് റിയലി വർക്ക്ഡ് ഔട്ടായി. നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ നടക്കുന്ന ക്രൈം തന്നെയാണ്. നമ്മൾ സിനിമയിൽ കണ്ട് തഴമ്പിച്ച ഒരു ക്രൈമേനാണ് ഇതിൽ നടക്കുന്നത്. പെണ്ണുങ്ങളുടെ പ്രൈവറ്റ് വീഡിയോസ് റെക്കോർഡ് ചെയ്യുക, അവരെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക, ഇമോഷണലി ഡൗൺ ചെയ്യുക, പിന്നെ അതിൽ നിന്ന് വരുന്ന അതിജീവിതം. ഇത് നമ്മൾ പല സിനിമകളിൽ ഫ്രീക്വൻ്റായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ആ ഒരു സീനൊക്കെ കണ്ടപ്പോൾ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്കൊട്ടും വരുന്നില്ല. ചുമ്മാ റാൻഡമായിട്ട് കുറേ സീനുകൾ കാണിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിലൊരു സീനുണ്ട്, ഒരു പാസഞ്ചർ ഫ്ലൈറ്റിൽ നടക്കുന്ന ഒരു സീനുണ്ട്. ആ ടെൻഷൻ നല്ലപോലെ ബിൽഡ് ചെയ്തെങ്കിലും ആ ഒരു അറ്റ് ദി എൻഡ് ആ ഒരു സീൻ തീരുമ്പോൾ ഒരു 10 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു. അറ്റ് ദി എൻഡ് ഞാൻ എന്തെങ്കിലും ഒരു ഔട്ട് ഓഫ് ഓർഡിനറി പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഐ എം ഡിസപ്പോയിൻറ്റഡ്. ഒരു എൻഡിങ് വളരെ പെട്ടെന്ന് ഈസി ആക്കി കളഞ്ഞു. പിന്നെ ഹൂ ഈസ് ഹാരൻ എന്ന് പറയുന്ന ഒരു റിവീലൊക്കെ എനിക്കങ്ങോട്ട് ഏറ്റില്ല. ആസ് എ ഹോൾ ഇതൊരു ഒരു എൻഗേജിങ് സ്റ്റോറിയുള്ള ഒരു നല്ല മ്യൂസിക്, ജെക്സ് ബിജോയുടെ അടിപൊളി മ്യൂസിക് ഉള്ള, അതുപോലെ തന്നെ
ചെമ്പൻ ചാക്കോയുടെ നല്ല അഗ്രസീവ് കട്ട്സുള്ള ഒരു തിയേറ്റർ വാച്ച് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. അത് നിങ്ങളുടെ വീക്കെൻഡ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നൊരു സിനിമ തന്നെയാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ അനസ് ഖാൻ അതുപോലെ തന്നെ അഖിൽ പോളിൻ്റെ സിനിമകൾ ഫോളോ ചെയ്യുന്നവർക്ക് അവരുടെ ഒരു ജോണറും അവരുടെ ഒരു ഫിലിം മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടവർക്ക് കാണാൻ പറ്റുന്ന തീർച്ചയായും കാണാവുന്ന ഒരു സിനിമയാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യുക. ഹൈ റേറ്റഡ് വെർഷൻസിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗായ്സ്. സോ ഈ മാസം തന്നെ കുറേ ക്രൈം ത്രില്ലേഴ്സ് ഇറങ്ങുന്നുണ്ട്. ആസിഫ് അലിയുടെ രേഖാചിത്രം, മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഡയറക്റ്റഡ് ബൈ ഗൗതം വാസുദേവ മേനോൻ, അതുപോലെ തന്നെ ബേസിൽ ജോസഫിൻ്റെ പ്രാവിൻ കൂട് ഷാപ്പ്. സോ അങ്ങനെ കുറേ ക്രൈം ത്രില്ലേഴ്സ് ഈ മാസം തന്നെ ഇറങ്ങുന്നുണ്ട്. സോ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗായ്സ്.